നമസ്കാരം. ടുഡേ മലപ്പുറത്തിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് സൂര്യാതപമേറ്റ് ഒരാൾ മരിച്ചു. പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് കഴിഞ്ഞ ദിവസം ജോലി ചെയ്യുന്നതിനിടെ സൂര്യാതപമേറ്റ് മരിച്ചത്. മലപ്പുറത്ത് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന മധ്യവയസ്കന് സൂര്യാഘാതമേറ്റു. കൊട്ടാരപ്പറമ്പിൽ KP അബ്ദുൽ മജീദിനാണ് ഇരുതോളിലും പൊള്ളലേറ്റത്. പൊന്നാനിയിൽ റോഡരികിൽ വീണ് കിടന്ന മാങ്ങ എടുത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഓട്ടോ ഇടിച്ച് പരിക്കേറ്റ എടപ്പാൾ സ്വദേശിയായ യുവാവ് മരിച്ചു. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ എടപ്പാൾ തുയ്യത്ത് താമസിക്കുന്ന ഷിജുവാണ് മരിച്ചത്. പാണ്ടിക്കാട് മാരുതി കാറും തമിഴ്നാട് രജിസ്റ്റർ ചെയ്ത ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പൊന്മള പള്ളിപ്പടിയിൽ ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ഓമപ്പുഴ അബ്ദുൾ റഹ്മാനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മുഹമ്മദ് ഉനൈസ് ചികിത്സയിൽ തുടരുകയാണ്. മലപ്പുറത്ത് +1 സീറ്റ് വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ തീരുമാനം. സർക്കാർ സ്കൂളിൽ 30%, എയ്ഡഡ് സ്കൂളിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കും. കഴിഞ്ഞ തവണ +1 സീറ്റ് വർദ്ധിപ്പിച്ചിരുന്നു. ചെട്ടിയങ്ങാടിയിൽ അങ്കണവാടി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. ചെട്ടിയങ്ങാടിയിലെ അങ്കണവാടി ടീച്ചർ കോമളവല്ലിക്കാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൗരാവലി യാത്രയയപ്പ് നൽകിയത്. പ്രശസ്ത സിനിമാ താരം ഷാനവാസ് ഉപഹാരങ്ങൾ കൈമാറി. റോഡ് പണിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന അരിക്കുചാലിന്റെ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചതോടെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴി മുടങ്ങിയിട്ട് 2 മാസം. മണ്ണാർമല പേടികപ്പടി പച്ചേരിപ്പാറ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായാണ് അരിക്കുചാൽ നിർമ്മാണം തുടങ്ങിയതെങ്കിലും ചാല് കീറിയിടുക മാത്രം ചെയ്ത് ബാക്കി പ്രവർത്തനം നടക്കാത്തതാണ് വിനയായത്. പച്ചേരി അത്താണിപ്പടിയിലെ കൂടിയാടൻ അബൂബക്കർ സിദ്ദീഖിന്റെ വീടിന്റെ മുൻവശത്താണ് ആഴത്തിൽ മണ്ണ് നീക്കിയിരിക്കുന്നത്. ജില്ലയിൽ ജലക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് കെട്ടിട നിർമ്മാണ മേഖല പ്രതിസന്ധിയിലേക്ക്. മഴക്കാലത്തിന് മുൻപായി ഗൃഹപ്രവേശം നടത്തേണ്ട വീടുകളുടെ നിർമ്മാണം മുടങ്ങുന്നതാണ് ആളുകളെ വലയ്ക്കുന്നത്. കെട്ടിടങ്ങളുടെ അത്യാവശ്യ പണികൾ പൂർത്തിയാക്കാനായി വൻ വില നൽകിയാണ് വെള്ളം എത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയമാണ് വേനൽക്കാലം. ഏറ്റെടുത്ത പല പ്രവൃത്തികളും ജലക്ഷാമത്തെ തുടർന്ന് മാറ്റിവെച്ചതായി കരാറുകാർ പറയുന്നു. ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.